കുട്ടികളുടെ പ്രിയപ്പെട്ട കളക്ടർ ബ്രോ അർജുൻ സാറാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു അതായത് കലോത്സവത്തിന് വന്നവർ ഏറ്റവും കൂടുതൽ സെൽഫി എടുത്തിട്ടുള്ളത് ചിലപ്പോ സാറിന്റെ കൂടെ ആയിരിക്കും. ഈ ദിവസങ്ങളായിട്ട് എത്ര സെൽഫിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? ഇവിടെ ഞാൻ പരിപാടികൾ കണ്ടതിനേക്കാളും കൂടുതൽ സെൽഫീസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. എല്ലാവരുടെയും സ്നേഹത്തിനും സന്തോഷത്തിനും നന്ദി അറിയിക്കണം. നല്ലൊരു ആംബിയൻസ് ആണ് എല്ലായിടത്തും പോകുമ്പോഴും കിട്ടുന്നത്. നമുക്ക് സന്തോഷമേ ഉള്ളൂ. സാറിന് ഒരു മടിയില്ല. സാറുണ്ടല്ലോ നമ്മളെ ആളുകൾ ഇങ്ങനെ മടിച്ചിങ്ങനെ ചോദിക്കണോ, കാരണം കളക്ടർ അല്ലേ, ആഗ്രഹം ഉണ്ടെങ്കിലും ചോദിക്കാം, കുഴപ്പമില്ല പറഞ്ഞ ആൾ അങ്ങോട്ട് പറയും. അത് ഭയങ്കര ഒരു ആരും ചെയ്യാത്തൊരു കാര്യം. ഒരു 10 പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 10 പേര് വെയിറ്റ് ചെയ്തവരുടെ കൂടെ എടുത്തിട്ട് അത്രയൊരു ക്ഷമ ഉണ്ട്. ഇതിന്റെ പ്രൊമോഷൻ കൊടുത്തിട്ട് നാളെ കൂടുതലായിരിക്കും. ഇനി എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ വന്നവർ ഇനി എടുക്കാൻ ബാക്കിയില്ല. എടുക്കുന്നുണ്ട്. ദിവസങ്ങളിൽ നമ്മൾ ഫുള്ളായിട്ട് ഈ കലോത്സവത്തിന്റെ അറേഞ്ച്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫുള്ളായിട്ട് നിൽക്കുന്നത്. എന്തായാലും കൂടുതൽ സമയം ഇവിടെ തന്നെ ഉണ്ട്. ബാക്കി ഫീഡ്ബാക്സ് ഒക്കെ അങ്ങനെയല്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ദിവസങ്ങളിൽ സാറിന്റെ രാവിലെ സമയം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാ? ഏത് ടൈമിലാണ് ഇവിടെ വരുന്നത്? രാവിലെ നേരത്തെ തന്നെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ 7 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 2 ദിവസമൊക്കെ ഇപ്പൊ കുഴപ്പമില്ല, എല്ലാ ട്രാക്കിലായിട്ടുണ്ട്, എല്ലാവരും സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട്. മെയിനായിട്ട് ഇൻഫ്ര അതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ ജില്ലാ ഭരണകൂടവും ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ നോക്കേണ്ടി വന്നത്. അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, അതിൽ വലിയ തടസ്സങ്ങളൊന്നുമില്ല. ഇന്നത്തേക്ക് നോർമലായിട്ട് തന്നെ പോകും. 9 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്ത് രാത്രി ഓരോ മീറ്റിങ്ങുകൾ ഉണ്ടാവും അതിന്റെ ഇടയ്ക്ക്. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഇതും പിന്നെ ഓഫീസിന്റെ വർക്കും പോകുന്നുണ്ട്. സാറിന്റെ ഉറക്കം എപ്പോഴാണ്? കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും കൂടെ ചോദിക്കട്ടെ. സാർ ഉറങ്ങാറുണ്ടോ? സാറിന്റെ ഉറക്കം ഡിപ്പെൻസ് ആണ്. പക്ഷെ ഞാൻ മാക്സിമം ആ ഒരു പ്രോപ്പർ സ്ലീപ്പ് പിന്നെ ഫിറ്റ്നസ് അതുപോലത്തെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ രാത്രിയൊക്കെ എന്തെങ്കിലും കോൾസ് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഡിസ്റ്റർബ് ആവും. അല്ലാത്ത ദിവസം എന്തെങ്കിലും 6 hours സ്ലീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പരമാവധി. ഓക്കെ, കാരണം ഇവിടെ പകലിലെ ഒരുപാട് ഡ്യൂട്ടികൾക്ക് ശേഷം ഇവരുടേതായ ഒഫീഷ്യൽ മീറ്റിങ്ങുകളൊക്കെ രാത്രിയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, വേറെ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് ഈ കലോത്സവം കൊണ്ട് ഒരുപാട് സാറിന്റെ കുറെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ? അതൊരു വലിയ സന്തോഷമാണ്. പാട്ട് പാടോ? കിട്ടിയ അവസരം. 3ാമത്തെ ദിവസമാണ് ഇത്. കുറെ പേര് ചോദിച്ചു, ഞാൻ പാടില്ല. 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസം പാട്ട് പാടിയാൽ സാധ്യതയില്ല. അല്ല, ഒരു അവധി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് അവധി കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അല്ല, അത് കിട്ടുകയാണെങ്കിൽ അവധി എന്തായാലും ഉണ്ടാവും. എന്തായാലും നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് നടക്കുന്നത്. 2nd, 3rd ആയിട്ടൊക്കെ നമ്മൾ ജില്ല പോകുന്നുണ്ട്. നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് നമ്മുടെ കുട്ടികൾ. നല്ലൊരു എല്ലാ സ്റ്റേജിലും നമ്മുടെ ഈവെന്റ്സ് ഒക്കെ നല്ല പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ പുറകിൽ സാറിന് ഇത് എന്താന്ന് മനസ്സിലായോ? അതല്ല ഇതിനു മുമ്പ് ചോദിച്ച ഏതാണ് ഈവന്റ് എന്നത്. ചവിട്ട് നാടകമാണ്. 200-ന് മേലെ ഈവന്റ്സ് ഉണ്ട്. പലതും ഞാൻ അല്ലാതെ തന്നെ കാണാറില്ല. കണ്ടു കഴിഞ്ഞാൽ ഏതാ ഈവന്റ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ചില കാര്യങ്ങൾ നിങ്ങളോടും ചോദിച്ചു. ചവിട്ട് നാടകമാണ്. കണ്ടിട്ടുണ്ടോ ചവിട്ട് നാടകം മുൻപ് എപ്പോഴെങ്കിലും? ഇല്ല, കണ്ടിട്ടില്ല. എന്നാ കണ്ടാലോ? അതെ അതെ, എന്നാ കാണാം. കുട്ടികളെ നിങ്ങൾ റെഡി അല്ലേ? ആർക്കും കിട്ടാത്ത അവസരമായിട്ട് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. ഇത് കോഴിക്കോടിന്റെ മുത്തുമണികളാണ്. ഇവരെല്ലാ തവണയും കപ്പ് കൊണ്ടുപോകും, പക്ഷെ ഞങ്ങള് സമ്മതിക്കില്ല. ഞങ്ങളൊരു ടീമാണ്. ഞങ്ങൾ പ്രാവശ്യമാണ് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും എ ഗ്രേഡ് ആയിരുന്നു. 2ാം തവണ വന്ന് എ ഗ്രേഡ് വാങ്ങിച്ചിട്ടുള്ള ടീമാണ്, ചില്ലറക്കാരല്ല. 6 മണിക്കായിരുന്നല്ലേ ഇവന്റ്? അതെ. അപ്പൊ എന്തായാലും നമുക്ക് അവരുടെ പെർഫോമൻസിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. മക്കോണാടിൻ ശിര സുടനടിയറുത്തിടാൻ, മക്കോണാടിൻ ശിര
പടയുടൻ ഒരുങ്ങിടോ നല്ല മതത്തിൻ പടയുടൻ ഒരുങ്ങിടും നല്ല രക്ഷകരാം എന്റെ ബാങ്കോയും സൈന്യവും രക്ഷകരാം എന്റെ ബാങ്കോയും സൈന്യവും ചുടിയിടയിൽ ഉടൻ ഒരുങ്ങിടോ നല്ല ചുടിയിടയിൽ ഉടൻ ഒരുങ്ങിടും നല്ല ഞൊടിയിടയിൽ ഉടൻ ഒരുങ്ങിടോ അങ്ങനെ ചോട്ടു നാടകത്തിന്റെ കുറച്ച് ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ സാർ എന്തായാലും ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? അപ്പോൾ സാറിനെ കൊണ്ട് നമുക്കൊരു ഇവർക്കുള്ളൊരു സ്നേഹോപഹാരം കൊടുക്കാം. അത് റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം കളക്ടർ ബ്രോ തന്നെ കൊടുക്കാം. അല്ല, ഇവർക്ക് മാത്രം ഒരു ലക്കി അല്ലേ? അതെ അതെ അതെ. തൃശ്ശൂരിന്റെ കളക്ടറിൽ ടൈമിലാണ് നിന്ന് സാർ നമ്മുടെ കൂടെ ഒരു join മൊമെന്റോ ചെയ്തത്. ഏറ്റുവാങ്ങാനായിട്ട് സാധിച്ചു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം.